ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ 1515 to 1582. വിശുദ്ധരിൽ വിശുദ്ധയാണ് വിശുദ്ധ അമ്മത്രേസ്യ. സ്ത്രീകളിലെ ആദ്യ വേദപാരംഗത. ആംഗ്ലിക്കൻ സഭയിലും ലൂഥറൻ സഭയിലും ആദരിക്കപ്പെടുന്ന വിശുദ്ധ. രക്തസാക്ഷിത്വ കഥകൾ കേട്ട് ആവേശഭരിതയായി അവളുടെ സഹോദരനുമൊത്ത് 7-ാം വയസ്സിൽ രക്തസാക്ഷിയായി മരിക്കാൻ വീട്ടിലെ മുതിർന്നവരുടെ കണ്ണുവെട്ടിച്ച് ആഫ്രിക്കയിലേക്ക് ഇറങ്ങിപ്പോയെങ്കിലും ഇളയച്ഛൻ്റെ കണ്ണിൽപ്പെട്ടതിനാൽ കുട്ടികളെ അദ്ദേഹം തിരികെ വീട്ടിലെത്തിച്ചു. അവളുടെ 12-ാം വയസ്സിൽ വത്സല മാതാവ് മരണമടയുകയും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതിനാൽ യൗവനത്തിൻ്റെ ചാബല്യങ്ങൾക്ക് വിധേയയായി ആർഭാട ജീവിതത്തിന് അടിമപ്പെട്ടു അവൾ ജീവിച്ചെങ്കിലും 18-ാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരാൻ ആത്മാവ് അവളെ പ്രേരിപ്പിച്ചു. കാരണം ദൈവത്തിന് അവളെക്കുറിച്ച് ഒരു പ്രത്യേക പദ്ധതിയുണ്ടായിരുന്നു. തൻ്റെ 46-ാമത്തെ വയസ്സിൽ അവൾ തൻ്റെ വിളി കണ്ടെത്തി. കർമ്മലീത്ത സഭയുടെ നവീകരണമായിരുന്നു ദൈവം അവളെ ഏൽപ്പിച്ച ദൗത്യം. വനിതകളുടെ കർമ്മലീത്ത നവീകരണം പൂർത്തിയായതോടെ പുരുഷന്മാരുടെ കർമ്മലീത്ത സഭയെയും നവീകരിക്കാനുള്ള ഉൾപ്രേരണയും അവൾക്ക് ലഭിച്ചു. അതിന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെ ദൈവം അവളുടെ പക്കലേക്ക് അയച്ചു. സഭ കണ്ടതിൽ വച്ച് ഏറ്റവും പക്വമായ വലിയൊരു ആത്മീയ ചങ്കാത്തത്തിൻ്റെ തുടക്കമായിരുന്നു അവരുടെ കൂടിക്കാഴ്ച. സ്വയംകൃതചരിതം, സുഹൃതസരണി, ആഭ്യന്തരഹർമ്മ്യം തുടങ്ങിയ ആത്മീയോണർവുണ്ടാക്കുന്ന അനേക രചനകൾ അവൾ സഭയ്ക്ക് സംഭാവന ചെയ്തു. ക്രോവെൻസ് റാപ്പേൻ മാലാഖമാരിലൊരാൾ അവളുടെ ഹൃദയം കുന്തം കൊണ്ട് കുത്തിത്തുരന്ന് തൻ്റെ മണവാളനായ യേശുവിൻ്റെ ഹൃദയത്തിന് സമാനമാക്കി മാറ്റി. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ അവൾ ഉദ്ഘോഷിച്ചു, ഒന്നുകിൽ സഹിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ആത്മാവുമൊത്ത് ദർശനാനുഭവം നേടാനും ഒന്നായിത്തീരാനും കഴിയുന്ന മിസ്റ്റിക് അനുഭവത്തിലേക്ക് വളരുവാനും ദൈവം അവളെ അനുഗ്രഹിച്ചു. ഈ ദൈവ അനുഭവത്തിലേക്ക് എല്ലാവരും വളരണമെന്ന ആഗ്രഹത്താൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ആഭ്യന്തരഹർമ്മ്യം എന്ന പുസ്തകം. ആത്മീയമായ 7 പടവുകളിലൂടെ സഞ്ചരിച്ച് എപ്രകാരം ഒരു ആത്മാവിന് ദൈവാത്മാവുമായി സ്വാമ്യം പ്രാപിക്കാമെന്ന് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 2 ആത്മാക്കളെ ഒരേ തുടിപ്പും ഒരേ സ്പന്ദനവുമായി തീർക്കുന്ന ഒരു അവസ്ഥയാണ് മിസ്റ്റിക് അനുഭവം എന്ന് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ആത്മാവ് അനുഭവിച്ച അനിർവചനീയങ്ങളായ ആത്മീയ അനുഭൂതിയുടെ വളർച്ചയാണ് ആഭ്യന്തരഹർമ്മ്യം എന്ന പുസ്തകം. ഈ അലൗകിക ഗ്രന്ഥം ആത്മീയ സാഹിത്യരചനയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി സാമ്യം പ്രാപിച്ച അവളുടെ ആത്മാവിനെ അവളുടെ 67-ാമത്തെ വയസ്സിൽ ദൈവം സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 40 വർഷങ്ങൾക്ക് ശേഷം ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധരുടെ പട്ടികയിലും 1970-ൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ആദ്യ വനിതാ വേദപാരംഗതയായും പ്രഖ്യാപിച്ചു.